സംഗീത സംവിധായകൻ രമേശ് നാരായണന് ആസിഫ് അലി അവാർഡ് കൊടുത്തപ്പോൾ അദ്ദേഹം അത് തിരസ്കരിച്ചില്ല, സ്വീകരിച്ചു. പക്ഷേ ഒരു തിരസ്കരണത്തിൻ്റെ ഒരു ഭാവം അതിലുണ്ടായിരുന്നു. അതിന് പല ന്യായങ്ങൾ അദ്ദേഹവും നിരത്തുന്നുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ നിരത്തുന്നുണ്ട്. എസ്പെഷ്യലി സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും ഇതിനെതിരെയുള്ള പ്രതികരണം ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അവാർഡ് സ്വീകരിച്ചിട്ടേ ഇല്ല അദ്ദേഹം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന്. അത് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് ഇയാൾ തന്നാൽ മതി എന്ന രീതിയിൽ ഡയറക്ടർ ജയരാജനെ വിളിച്ച് അടുത്തേക്ക് നിർത്തുകയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ, ആ ചിരി കാണുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം വേദനയോടെയാണ് ആസിഫ് അലി അവിടെ നിന്ന് പിൻവാങ്ങുന്നത്. പക്ഷേ എത്രയോ പക്വതയോടെയാണ് അദ്ദേഹം ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ രമേശ് നാരായണന് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരുപാട് വിവാദമായി, പുള്ളി അതിലിപ്പോൾ മാപ്പ് വരെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാർ, അതുപോലെ തന്നെ കലാകാരികളും ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളിലേക്ക് ഏർപ്പെടുന്നുണ്ട്. കൂടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകളെ യാതൊരു വിധത്തിലും അംഗീകരിക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ പുച്ഛിച്ചു വിടുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഈ ഇടയ്ക്ക് തന്നെ കുറച്ച് വിവാദത്തിൽ ഏർപ്പെടുകയുണ്ടായി. സോ ഇതുകൊണ്ട് ഇത് അവസാനിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എങ്കിലും പ്ലീസ്, നിങ്ങളുടെ കൂടെയുള്ളവരാണ് അവരും ആർട്ടിസ്റ്റുകളാണ്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളും നമ്മളെപ്പോലെ തന്നെയാണ് എന്ന് കാണാനുള്ളൊരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ക്ലാസ്സും ഡിവിഷൻസും ഒക്കെയുള്ള നമ്മുടെ ഈ ഒരു ലോകത്ത്, നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇതൊക്കെ പറയുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഐ ഹോപ്പ് ഇവഞ്ച്വലി ആൾക്കാരത് റിയലൈസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ. എനിവേ, ഈ ഒരു വിഷയത്തിൽ ഞാൻ ആസിഫ് അലിക്കൊപ്പമാണ്. അതുമാത്രമല്ല, എനിക്ക് വളരെയധികം സന്തോഷവും ബഹുമാനവും തോന്നിയൊരു നിമിഷമാണ് അദ്ദേഹം ആ ഒരു സിറ്റുവേഷനെ എത്രത്തോളം മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു എളിമ തന്നെ അദ്ദേഹത്തെ ഇനിയും ഉയരങ്ങളിൽ എത്തിക്കുമെന്നുള്ളതും ഉറപ്പാണ്.